എനിക്ക് ശരിക്കും പറഞ്ഞ നിഖിലിനെ പരിചയം ജനൻ ടി വിയിൽ വരുന്നതിന് മുമ്പേ പരിചയമുണ്ട്. എവിടെന്നറിയോ? അല്ല, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതാണ്. അതായത് ഇവിടെ വലിയൊരു പ്രക്ഷോഭം നടന്നില്ലേ ആറന്മുള പൈതൃക ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ കുമ്മനം രാജേട്ടന്റെ നേതൃത്വത്തിൽ. അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണല്ലോ. അപ്പൊ ആ ആറന്മുള പൈതൃക ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ ശരിക്കും നമുക്ക് വലിയ സൗഹൃദ വലയങ്ങളുണ്ടായി. നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അതിലുപരി നമ്മളൊക്കെ ഞാനും ഗൗതവും ഉമേഷും അടക്കമുള്ള ആളുകളൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഈ ഒരു സമരത്തിന്റെ ബന്ധപ്പെട്ടാണ്. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫെബ്രുവരി 10-നാണെന്ന് തോന്നുന്നു, 9-നോ 10-നോ മറ്റോ ആണ് ആറന്മുള ഈ ഒരു വിമാനത്താവള വിരുദ്ധ പ്രക്ഷോഭം. അത് കുമ്മനം രാജേട്ടന്റെ നേതൃത്വത്തിൽ സുഗതകുമാരി ടീച്ചർ, സുരേഷ് ഗോപി അടക്കമുള്ള ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ആറന്മുള ജംഗ്ഷനിൽ ആലിന്റെ അടുത്തായിട്ട് ഇന്നത്തെ മന്ത്രി പി പ്രസാദ് അടക്കം ആ സമരത്തിലുണ്ടായിരുന്നു. പി പ്രസാദും കുമ്മനം രാജശേഖരനും ഒക്കെ ഒന്നിച്ചാണ് നമ്മുടെ പൈതൃകത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെ നശിപ്പിക്കുന്ന സ്വകാര്യ വിമാനത്താവളത്തിനെതിരെ രംഗത്ത് വന്നത്. നമ്മൾ നേരത്തെ തലക്കെട്ടിൽ പറഞ്ഞതാണ്, ആ വിമാനത്താവളം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ജലമേള തന്നെ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2018 നടന്ന ഒരു വലിയ പ്രളയം, അതായത് പത്തനംതിട്ട ജില്ലയെ മുക്കിയ ഒരു പ്രളയം എന്ന് പറയാം. ഒരു പക്ഷേ ഈ വിമാനത്താവളം വന്നിരുന്നുവെങ്കിൽ, അത്രയും നെൽപ്പാടങ്ങളും കൂടി മണ്ണിട്ട് നികത്തിയിരുന്നുവെങ്കിൽ ഈ പ്രളയത്തിന്റെ ഭീതി ഇതായിരിക്കില്ല. ഇപ്പൊ അത്രയും വലിയ നെൽപ്പാടങ്ങളിലും കൂടി വെള്ളം ഉൾക്കൊള്ളത് കൊണ്ട് കൂടിയാണ് ശരിക്കും ഇത്രയും ഒരു വലിയൊരു ഇതിലേക്ക് പോവാതെ. അതെ, നമ്മൾ ഇന്നലെ അവിടെ പോയിരുന്നു. ഗൗതവും ഇപ്പം അരുൺ കൊടുങ്കൂരും ചേർന്ന് ഇന്നലെ അവിടെ പോയിരുന്നു. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും വള്ളംകളി ആവേശത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആറന്മുള. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു പൈതൃക ഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു വലിയ ജലോത്സവം. ആ ജലോത്സവം തന്നെയാണ് ലോകത്ത് ആറന്മുളയെ അടയാളപ്പെടുന്ന ഒരു ജലോത്സവമായി തന്നെ മാറുന്നത്. അതോടൊപ്പം തന്നെ ഈ ജലോത്സവത്തിനും അതോടൊപ്പം തന്നെ ഈ ആറന്മുളയ്ക്കും എല്ലാം തന്നെ കളങ്കമാകുന്ന രീതിയിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു അന്ന് കൊണ്ടുവരുന്നത് ആറന്മുള വിമാനത്താവളം. പക്ഷേ ഒരു വലിയ ചെറുത്തുനിൽപ്പിലൂടെ, ഒരു വലിയ പോരാട്ടത്തിലൂടെ തന്നെയല്ലേ ഈ ഒരു ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇവിടെ നടന്നത്. അതെ അരുൺ, അതായത് ആറന്മുള എന്ന് പറയുന്ന ഒരു പൈതൃക ഗ്രാമമാണല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുമ്പിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പൈതൃക ഗ്രാമമാണ്. ആ പൈതൃക ഗ്രാമത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന് ഒരു ഭീകരമായിട്ടുള്ളൊരു കമ്പനി, ഒരു കോർപ്പറേറ്റ് മുതലാളിത്ത സ്വഭാവമുള്ള കമ്പനി എങ്ങനെയാണ് ഈ പൈതൃക ഗ്രാമത്തെ ഇല്ലാതാക്കാം എന്നതിനെപ്പറ്റി ഗവേഷണം ചെയ്ത് അവർ ആസൂത്രണം ചെയ്തതിൻ്റെ ആ പദ്ധതിയുടെ ബാക്കി പത്രത്തിലാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതായത് നെൽപ്പാടങ്ങളും അതോടൊപ്പം തന്നെ പുഞ്ചപ്പാടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ കണ്ണായ പ്രദേശം മുഴുവൻ മണ്ണിട്ട് നിരത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ കുന്നുകൾ ഇടിച്ച് നിരത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു പുഞ്ചപ്പാടമായിരുന്നു. അവിടെയാണിപ്പോൾ ഈ മണ്ണുകൾ കൊണ്ടിട്ട് ടിപ്പറുകളിൽ മണ്ണടിച്ച് കിലോമീറ്ററുകളോളം ഇങ്ങനെ നശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഒരു ഗ്രാമത്തെ പൂർണ്ണമായി തന്നെ ഭീകരമായി വിഴുങ്ങിക്കൊണ്ട് ഈ പൈതൃക ഗ്രാമത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ളൊരു വലിയ ശ്രമമാണ് KGS ഗ്രൂപ്പും അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന UPA സർക്കാർ, സോണിയാഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ അധികാരത്തിലിരുന്ന UPA സർക്കാരും ചേർന്ന് നടത്തിയത് എന്നതിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴുണ്ട്. അവിടെയാണ് നമ്മൾ രണ്ടുപേരും ഈ നിൽക്കുന്നത്. തീർച്ചയായും ആ ഒരു പോരാട്ടം, ആ ഒരു ചെറുത്തുനിൽപ്പ് അതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പേര് കുമ്മനം രാജശേഖരൻ എന്നുള്ള ഒരു പേര്. പലവിധ സമ്മർദ്ദങ്ങളുണ്ടായി, പലവിധ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഈ മണ്ണിൽ നടന്നു. അങ്ങനെയാണ് ഈ ഒരു ഗ്രാമത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയി. അതിൻ്റെ ഒരു ഫലമായി തന്നെയല്ലേ ഈ ഒരു ഗ്രാമം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ. അരുണ, അത് തന്നെയാണ്. അതായത് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവായി മാത്രം നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിനൊപ്പം തന്നെ അദ്ദേഹം പരിസ്ഥിതി സ്നേഹിയും ഒരു ഉത്തമനായ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. അരുണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൈതൃക ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കുമ്മനത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ആറന്മുളയിൽ മാത്രമല്ല, നമുക്കറിയാം അതിന് മുൻപ് അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കരുത്ത് നൽകുകയും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ ഒരു മേൽവിലാസം നൽകിയ വ്യക്തിത്വം കൂടിയാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതിയോടുള്ള കമ്മിറ്റ്മെന്റ് അത് കൃത്യമായി തെളിയിക്കുന്ന ഒന്നായിരുന്നു ആറന്മുള പ്രക്ഷോഭം. ആറന്മുളയിലെ പൈതൃക ഗ്രാമത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ ഒരു എയർപോർട്ട് കൊണ്ടുവന്ന് ഈ ഗ്രാമത്തെ നശിപ്പിക്കുവാനുള്ള ശ്രമത്തെ അദ്ദേഹം ചെറുത്തു തോൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് അന്ന് സുഗതകുമാരി ടീച്ചറെ പോലുള്ളവർ ആ സമരത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക നായകന്മാരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ഒരുപോലെ ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ഈ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാമം എങ്ങനെ ഇല്ലാതാക്കും
ഇല്ലാതാകും എന്നതിനെ ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ച വ്യക്തിത്വമാണ് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വള്ളംകളി പോലും തടസ്സപ്പെട്ടതിനെയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വള്ളംകളി ഇപ്പം നമ്മളെല്ലാം ആഘോഷപൂർവ്വം നടത്തുന്നു. പക്ഷേ ഈ വള്ളംകളിക്ക് നമുക്കറിയാം ഇന്ന് ഏറ്റവും ആഘോഷപൂർവ്വമായി നടക്കുന്ന ഈ വള്ളംകളിക്ക് അടക്കം വിഘാതമാകുന്ന രീതിയിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയല്ലായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നടക്കാൻ നിശ്ചയിച്ചിരുന്നത്. അത് തന്നെയാണ്. അതായത് ഒരുപക്ഷെ ഈ എയർപോർട്ട് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിലൂടെ വലിയ തോതിലുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ ആറന്മുളയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായേനെ. കാരണം നമുക്കറിയാമല്ലോ, നെൽപ്പാടങ്ങളൊക്കെ മണ്ണിട്ട് നികത്തുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പല സ്ഥലത്ത് കേരളത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഈ വള്ളംകളി ഇത് എങ്ങനെ ബാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പല കൈവഴികൾ താണ്ടിയാണ് പമ്പാ നദിയിലേക്ക് പള്ളിയോടങ്ങൾ എത്താറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത് മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ ആ പള്ളിയോടങ്ങളൊക്കെ പള്ളിയോട പുരകളിൽ മാത്രമായി ഒതുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, കുമ്മനം രാജേട്ടൻ്റെ ഒരു വലിയ ഇടപെടൽ ഈ ഘട്ടത്തിൽ, ഈ ജലോത്സവം വീണ്ടും ഒരു ജലോത്സവത്തിന് 2025 നമ്മൾ ആറന്മുളയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലും ആ ആറന്മുള പൈതൃക സംരക്ഷണ സമരത്തിന്റെ വിജയവുമൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും വള്ളംകളി ആവേശം അതിൻ്റെ പാരമ്യത്തിലേക്ക് തന്നെ പോകുകയാണ്. കാരണം ഒരു പൈതൃക ഗ്രാമത്തിൽ നടക്കുന്ന ഒരു വള്ളംകളി, ലോകത്തിന് മുന്നിൽ ആറന്മുളയെ അടയാളപ്പെടുത്തിയ ആ ഒരു വള്ളംകളി, ആ വള്ളംകളി ആവേശം അത് അങ്ങ് പാരമ്യത്തിലേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ്.